ഇന്ന് സൺഡേ ആയിട്ട് ബീഫാണ് കേട്ടോ. ബീഫ് ഇന്ന് നമുക്ക് ഇങ്ങനെ വെക്കണമെന്ന് നോക്കാം. അയ്യോ, ബീഫിലേക്ക് കുറച്ച് കല്ലുപ്പിട്ടിട്ടുണ്ട്. കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലഡൊക്കെ നല്ലോണം ഇളകി പോകും. കുറച്ച് നേരം ഇങ്ങനെ ഉപ്പിട്ട് വെച്ചാൽ മതിയാവും ബീഫ്. അപ്പോൾ അതിലെ ചോറൊക്കെ ഇങ്ങനെ ബ്ലഡൊക്കെ ഇളകി നല്ല ക്ലീൻ ആകും. എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇറച്ചി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഈ ബീഫിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ സവാള, തക്കാളി. ബീഫ് വെന്തിട്ടുണ്ട്, കാണിക്കാം. എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ട്. നമ്മൾ കല്ലിലിട്ട് ചതക്കുന്ന ടേസ്റ്റ് ഒന്നും മിക്സിയിലിട്ട് ചെയ്താൽ കിട്ടില്ല. എൻ്റെ ഇടിക്കണ കല്ല് പൊട്ടിപ്പോയി. ഇതുണ്ട, കല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പുതിയത്. അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ഇറക്കണത് കേട്ടോ. വെറുതെ ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചൂടായി വേക്കലിട്ടുണ്ട്. സവാള ഇടാം, കുറച്ച് ഉപ്പ്, സവാള വാടാനായി. സവാള വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചിക്കുള്ള മസാലക്കൂട്ട് എടുക്കാം. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്ത് പോയി. ഇത് കൊച്ചിയിൽ നല്ല സൂപ്പർ ഇറച്ചി കിട്ടും കേട്ടോ. സൂപ്പറായിട്ട് വെന്ത്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇറച്ചിയിൽ കുറച്ച് ചേർക്കാറില്ല. ഇറച്ചിയുടെ ടേസ്റ്റ് പോകും മല്ലിപ്പൊടി ചേർത്ത്. ഇത് ഗരം മസാല, മഞ്ഞൾപ്പൊടി. നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചൂടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ പച്ച മണം മാറി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് കൂടുതൽ എണ്ണ ഉപയോഗിക്കാതെ കറി വെക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഞാനിങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ വാടണം കേട്ടോ. സവാള നല്ല അതിൻ്റെ ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കും. അടുത്തതിന് മന്ദരത്തിൽ ചോറ് വരുന്നുണ്ട്. മസാല ഇട്ട് കൊടുക്കാം. മസാല ചൂടായതുകൊണ്ട് തന്നെ തക്കാളി അതിൻ്റെ ഒപ്പം തന്നെ ഇടാം, കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചെറിയ തീ കിടന്ന് മിക്സ് ആകട്ടെ. ഇതാണ്ട് നമ്മുടെ ഗ്രേവി പൊള്ളിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെന്ത ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് വെന്ത് പോയതുകൊണ്ട് അപ്പോൾ പയ്യെ ഇളക്കാൻ പാടില്ല കേട്ടോ. പയ്യെ ഇളക്കി മിക്സ് ചെയ്തിട്ടേ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും വായോ കഴിക്കാം. അടിപൊളിയാണ്.